എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തെയും സ്വഭാവത്തെയും ഒക്കെ രഹസ്യമായി സ്വാധീനിച്ചേക്കാവുന്ന ആ ഒരു വിഷയവുമാണ്. ഏറ്റവും ആദ്യം ഞാൻ നിങ്ങളോടൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത്, നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ 5 എന്ന അക്കം ഉണ്ടോ ഇല്ലയോ? ഇതാണ് ചോദ്യം. ഈ പറഞ്ഞ 5 എന്ന അക്കം ഒരു തവണയോ അല്ലെങ്കിൽ ഒന്നിലധികം തവണയോ വന്നേക്കാം. അപ്പോൾ അങ്ങനെ 5 എന്ന അക്കം നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ ഉണ്ടെങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും ഒന്നുപോലും വിടാതെ അവസാനം വരെ കാണണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം ഈ പറഞ്ഞ 5 എന്ന ആ ഒരു അക്കം അത് കേവലം ഒരു അക്കം എന്ന നിലയിൽ അങ്ങോട്ട് കണ്ടു തള്ളിക്കളയാനുള്ളതല്ല. ഇത് സംഖ്യാശാസ്ത്രപ്രകാരവും പ്രപഞ്ച നിയമപ്രകാരവുമൊക്കെ വലിയൊരു ഊർജമുള്ള നമ്പറാണെന്നതാണ് ഇതിൻ്റെ ആ ഒരു വാസ്തവം. കാരണം അങ്ങനെ ആ ഒരു അംഗീകാരം ഇത് നമ്മുടെ പൊതുസമൂഹത്തിൽ ആളുകൾ ഈ 5-ന് കൊടുത്തിട്ടുണ്ട്. മാത്രവുമല്ല, ഈ 5 പോലുള്ള ചില നമ്പറുകൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളിലേക്ക് കറങ്ങി തിരിഞ്ഞു വരണമെങ്കിൽ പോലും നിങ്ങൾക്കൊരു പ്രത്യേക ഭാഗ്യം വേണം. അവർ പക്ഷേ നിങ്ങൾ ഇതിനു മുൻപ് ഒരു പ്രാവശ്യം പോലും ചിന്തിച്ചിട്ടുണ്ടാകാൻ വഴിയില്ല. അതായത്, ഈ 5 എന്ന അക്കം ഉൾക്കൊള്ളുന്ന ഈ ഒരു മൊബൈൽ നമ്പർ നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു വാസ്തവം. മാത്രവുമല്ല, ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ, അതായത് ഈ 5 എന്ന നമ്പർ നിങ്ങളെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന ആ ഒരു കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും. എന്തായാലും ഞാനതിവിടെ കൃത്യമായി എടുത്തു പറയുമ്പോൾ ഞാൻ ആ പറയുന്നത് കൃത്യമാണോ എന്ന് നിങ്ങൾക്ക് സ്വയം ഉറപ്പിക്കാം. അപ്പോൾ സമയം ഒട്ടും കളയേണ്ട, നമുക്ക് നേരെ ഇന്നത്തെ വിഷയത്തിലേക്ക് കടന്നു ചെല്ലാം. മൊബൈൽ നമ്പറിൽ 5 ഉള്ള ആളുകളുടെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അവർ ഒരിക്കലും ഒരു സ്ഥലത്ത് ഒതുങ്ങിക്കൂടി നിൽക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല. ഒരു കൂട്ടിലടച്ച പക്ഷിയെ പോലെ ജീവിക്കാൻ ഇവർക്ക് തീരെ താല്പര്യമില്ല. അതായത്, അവർക്ക് അതിനൊട്ടും കഴിയില്ല എന്നതാണ് അതിൻ്റെ ആ ഒരു വാസ്തവം. ഇവരുടെ മനസ്സ് എപ്പോഴും പുതിയ കാര്യങ്ങൾ അറിയാനും അതുപോലെ തന്നെ പുതിയ ആളുകളെ പരിചയപ്പെടാനും മാത്രമല്ല ഇതിനോടൊപ്പം പുതിയ അനുഭവങ്ങൾ സ്വന്തമാക്കാനുമൊക്കെ നന്നായിട്ട് തുടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രകൃതമാണ് ഇവരുടെ മനസ്സ്. പറയാൻ കാരണം, ഒരു ജോലി തന്നെ വളരെ കാലം ഒരേ രീതിയിൽ തന്നെ, അതും ഒരേ സീറ്റിലിരുന്ന് ചെയ്തുകൊണ്ടിരുന്നാൽ ഇവർക്ക് വലിയ മടിയായിരിക്കും. ഇവരെ അങ്ങനെ അടിച്ച് ഒരു സ്ഥലത്ത് തന്നെ ഇരുത്താൻ സാധിക്കില്ല. അതായത്, ആണി അടിച്ച് ഉറപ്പിച്ച പോലെ ഒരു സ്ഥലത്ത് തന്നെ ഇവരിരുത്താൻ സാധിക്കില്ല. മാത്രവുമല്ല, ഒരേ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുക എന്നത് ഇവരെ സംബന്ധിച്ച് ഇതിലും വലിയ ബോറടി ഇവരുടെ ജീവിതത്തിലില്ല. അതിനാൽ ഇവർക്ക് എപ്പോഴും ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ത്രില്ല് വേണമെന്ന് ഇഷ്ടപ്പെടുന്നവരാണ് ഈ പറഞ്ഞ 5 എന്ന അക്കം കയ്യിലുള്ളവർ. ഇനി രണ്ടാമത്തെ കാര്യം, ഇത് ഇവരുടെ ആശയവിനിമയ ശൈലിയാണ്. അഥവാ മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള ഇവരുടെ ആ ഒരു പ്രത്യേക കഴിവാണ് ഈ പറയാൻ പോകുന്നത്. മൊബൈൽ നമ്പറിൽ 5 ഉള്ളവർക്ക് മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ ഒരു പ്രത്യേക കഴിവ് പ്രകൃതിദത്തമായി തന്നെ ഇവരിൽ ഉണ്ടാകും എന്നതാണ് ആ ഒരു യാഥാർത്ഥ്യം. അവർ പറയുന്ന കാര്യങ്ങൾ അത് വലിയ ഗൗരവമുള്ള കാര്യങ്ങളാകട്ടെ അല്ലെങ്കിൽ വെറും ഒരു തമാശ ആയിക്കോട്ടെ, മറ്റുള്ളവർ വളരെ ശ്രദ്ധിച്ചു കേൾക്കും വിധമായിരിക്കും ഇവർ അത് അവതരിപ്പിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കിടയിലോ, ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന നിങ്ങളുടെ ജോലി സ്ഥലത്തോ ആയിക്കോട്ടെ, അവിടെയുള്ള ആളുകൾ ചില നിർണായക തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ അങ്ങനെ ആ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ അഭിപ്രായത്തിന് തീർച്ചയായിട്ടും നല്ല വില കൽപ്പിക്കുന്നതായിരിക്കും. അത് ഈ പറഞ്ഞ ഈ ഒരു കാരണം കൊണ്ടാണ്. മാത്രവുമല്ല, അവൻ പറയുന്നത് അല്ലെങ്കിൽ അവൾ പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ നിങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാകാറില്ല എന്നതാണ് ഇതിലെ മറ്റൊരു വാസ്തവം. ഇനി അടുത്തതായി, ഇവരെ നയിക്കുന്ന, അതായത് മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ഘടകം അതെന്താണെന്ന് വെച്ചാൽ അത് ഇവരുടെ സ്വാതന്ത്ര്യമാണ് എന്നതാണ് ആ ഒരു വാസ്തവം. പറയാൻ കാരണം, ഇവരുടെ സ്വാതന്ത്ര്യം ഇവർക്ക് ജീവനാണ്. അതെന്തുകൊണ്ടെന്നാൽ, ഇവരെ ആരെങ്കിലും അമിതമായി നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെട്ട് എന്തെങ്കിലുമൊക്കെ ലിമിറ്റേഷൻസ് വയ്ക്കാനായിട്ട് നോക്കിയാൽ ഇവർക്കത് ഒട്ടും സഹിക്കാൻ കഴിയില്ല. പറയാൻ കാരണം, സ്വന്തം കാര്യങ്ങളിൽ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ തന്നെയാണ് ഇവർ എപ്പോഴും ശ്രമിക്കുക, അതായത് ആഗ്രഹിക്കുക.
അതുകൊണ്ട് തന്നെ പലപ്പോഴും കുടുംബത്തിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കിടയിലോ ഇവരെ പിടിവാശിക്കാരൻ അല്ലെങ്കിൽ അഹങ്കാരിയായിട്ടുള്ളവൾ എന്നൊക്കെ വിളിക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ അതൊരു പിടിവാശിയല്ല. തങ്ങളുടെ വ്യക്തിത്വം സംരക്ഷിക്കാനും സ്വന്തം കാലിൽ നിൽക്കാനുമുള്ള നിങ്ങളുടെ ആ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം തന്നെയാണ് ഇത് എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. അതിന് നമുക്ക് എല്ലാവർക്കും താല്പര്യമുള്ളൊരു കാര്യത്തിലേക്ക് വരാം. അതായത് സാമ്പത്തികം അഥവാ പണമിടപാടുകൾ. ഈ മൊബൈൽ നമ്പറിൽ 5 ആളുകൾക്ക് പൊതുവെ പണം സമ്പാദിക്കാനുള്ള നല്ല ബുദ്ധിയും കഴിവും ഉറപ്പായിട്ടും ഉണ്ടാകും. അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞത് ബിസിനസ്സിലോ അല്ലെങ്കിൽ ഇപ്പോൾ ചെറിയ ജോലിയാണെങ്കിൽ പോലും അതിലൊക്കെ പുതിയ പുതിയ ഐഡിയകൾ അത് കണ്ടെത്തി വരുമാനം വളരെയധികം ഉണ്ടാക്കാൻ ഇവർക്ക് പ്രത്യേകം എടുക്കുകയാണ്. പക്ഷേ ഇതിനൊരു മറുവശമുണ്ട്. പണം ഉണ്ടാക്കാൻ അറിയാമെങ്കിലും അത് കയ്യിൽ പിടിച്ചു വയ്ക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ അത് കയ്യിൽ നിന്നും ചിലവായി പോകാതെ മിച്ചം പിടിക്കുന്ന കാര്യത്തിൽ ഇവർ കടുത്ത ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ട്. അതായത് പണം കയ്യിൽ വന്നാൽ ഇവർ എത്ര ശ്രമിച്ചാലും ശരി അത് പെട്ടെന്ന് ചിലവായി പോയിക്കൊണ്ടേയിരിക്കും. മാത്രവുമല്ല, ഈ പണം ലോക്കറിൽ വെച്ച് പൂട്ടി വയ്ക്കുന്നതിനേക്കാൾ പുതിയ ഭക്ഷണങ്ങൾ മേടിച്ച് കഴിക്കാനോ അല്ലെങ്കിൽ യാത്രകൾ ചെയ്യാനും അതുപോലെ തന്നെ പുതിയ അനുഭവങ്ങൾ നേടാനുമുള്ള ഈ പറഞ്ഞ ഇത്യാദിയുള്ള ഇഷ്ടങ്ങൾ നിറവേറ്റാനായിട്ട് ഈ പണം ചെലവഴിക്കാൻ ഇവർ ഒട്ടും മടി കാണിക്കാറില്ല. അതിനെ അടുത്തതായി ഈ സംഖ്യാശാസ്ത്രം പഠിച്ച പലരും പറയുന്ന ഒരു വലിയ വാസ്തവമുണ്ട്. അതായത് ഈ മൊബൈൽ നമ്പറിൽ 5 ജീവിതത്തിൽ അപ്രതീക്ഷിത അവസരങ്ങൾ വന്നു ചേരാനുള്ള സാധ്യത മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. അതെന്തുകൊണ്ടെന്നാൽ നമ്മൾ വിചാരിക്കാത്ത സമയത്തായിരിക്കും ഒരുപക്ഷെ ഒരു പുതിയ ജോലിയുടെ കോൾ വരുന്നത്, അല്ലെങ്കിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു നല്ല സൗഹൃദം ജീവിതത്തിലേക്ക് കടന്നു വരാനും മതി. അതുപോലെ തന്നെ ഒരു പുതിയ ബിസിനസ് അവസരമോ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരു വലിയ സംഭവം ഇവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് കടന്നു വരാറുണ്ട്. എന്നാൽ ഇതോടൊപ്പം തന്നെ ഇവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവർക്കൊരു പുതിയ കാര്യം കാണുമ്പോൾ വലിയ ആവേശമായിരിക്കും. അതുകൊണ്ട് തന്നെ അതിലേക്ക് ചാടി ഇറങ്ങി പുറപ്പെടും. എന്നാൽ അതേ വേഗതയിൽ തന്നെ ചിലപ്പോൾ ആ ആവേശം പകുതി വഴിയിൽ വെച്ച് നിർത്തി അത് നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ തുടങ്ങിയ കാര്യം പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ അടുത്ത കാര്യത്തിലേക്ക് മനസ്സ് മാറുന്ന ഒരു പ്രവണത ഇവരിൽ ഉറപ്പായിട്ടും കാണുന്നുണ്ട്. അതിന് മറ്റൊരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് യാത്രകളോട് വലിയ ഭ്രമമായിരിക്കും. പുതിയ സ്ഥലങ്ങൾ കാണുക, അവിടുത്തെ സംസാരങ്ങൾ അറിയുക, അല്ലെങ്കിൽ പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ പരീക്ഷിക്കുക, ഇതൊക്കെ ഇവരുടെ ഒരു ഹോബി ആയിരിക്കും. അതുപോലെ തന്നെ വീട്ടിൽ വെറുതെ അടങ്ങിയിരിക്കുന്നതിനേക്കാൾ നല്ലത് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കാനാണ് ഇവർക്ക് താല്പര്യം. ഇനി അവസാനമായി ഒരു ചോദ്യം നിങ്ങളോട് എനിക്ക് നേരിട്ട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ശീലമുണ്ടോ എന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്ന ആ ഒരു സംഭവം, അത് കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മനസ്സുകൊണ്ട് അടുത്ത കാര്യത്തെക്കുറിച്ച് പ്ലാൻ ചെയ്യുക. ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തലച്ചോറിൽ മറ്റൊരു ചിന്ത ഓടിക്കൊണ്ടിരിക്കുക. ഈ പറഞ്ഞത് കൃത്യമാണെങ്കിൽ ഞാനിവിടെ സൂചിപ്പിച്ച പോയിന്റുകൾ നിങ്ങളുമായി 100% ഒത്തുപോകും എന്നതാണ് അതിൻ്റെ ആ ഒരു വാസ്തവം. കാരണം 5 ആളുകളുടെ മനസ്സെപ്പോഴും സജീവമാണ്. അവർ നിരന്തരം പുതിയ പുതിയ ആശയങ്ങൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ഇതിൻ്റെ ഒരു മറുവശമുണ്ട്. ഈ പറഞ്ഞതുപോലെ അമിതമായി ചിന്തിക്കുന്ന ശീലം അഥവാ ഓവർ തിങ്കിങ്, ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും മനസ്സിലിട്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചിന്തിച്ച് ചിലപ്പോൾ രാത്രിയിൽ ഉറക്കം പോലും കളയുന്ന ആ ഒരു അവസ്ഥയും ഇവരിലുണ്ടാകാറുണ്ട്. ഇത് ഈ പറഞ്ഞത് പലരും പുറത്തു പറയാത്ത ഒരു വലിയ സത്യവുമാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം, ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതവുമായി 100% ഒത്തുപോകണമെന്നില്ല. കാരണം ഓരോരുത്തരുടെയും പ്രായവ്യത്യാസങ്ങളും ജീവിത രീതികളും എല്ലാവരുടെയും പോലെ ഒരുപോലെ ആകണമെന്നില്ല. അപ്പോൾ ഇതും കൂടി നിങ്ങളെ തീർച്ചയായിട്ടും സ്വാധീനിക്കും. പക്ഷേ ഇതിൽ ഭൂരിഭാഗം കാര്യങ്ങളും നിങ്ങളെക്കുറിച്ചാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ അത് ഒരു കാര്യം തീർച്ചയായിട്ടും വ്യക്തമാക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ഈ പറഞ്ഞതുപോലുള്ള ഇതിൽ പറഞ്ഞ കൂടുതൽ കാര്യങ്ങളും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിവുള്ളവരാണ് നിങ്ങൾ. അതായത് അങ്ങനെ ഒരു നല്ല മനസ്സിനുടമയാണ് നിങ്ങൾ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ 5 എന്ന അക്കമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നിലധികം തവണയോ ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞതിൽ എത്ര കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഒത്തുചേർന്ന് പോയിട്ടുണ്ട് എന്ന് ദയവായിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതാൻ ശ്രമിക്കണം. കാരണം നിങ്ങളുടെ കമൻറ്റുകൾ മറ്റുള്ളവർക്കും കൂടി വായിച്ചു നോക്കാൻ വലിയൊരു കൗതുകമുണ്ടായിരിക്കും.
അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.